ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് മജ്മഅയിലെ എൻ്റെ പ്രധാന ഉസ്താദുമാരിൽ ഒരാളാണ്. ഉസ്താദ് ഞങ്ങൾ മജ്മഅയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ 23 വർഷങ്ങൾക്കപ്പുറം തുടങ്ങി വെച്ചതാണ് ഈ ക്ലാസ്. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്കറിയാം 23 വർഷങ്ങൾ കൊണ്ടാണല്ലോ ഖുർആൻ പൂർണ്ണമായി അവതീർണമായത്. 23 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ അത് പല രൂപത്തിലുമായി പല ക്രമത്തിലുമായി നിങ്ങൾ പഠിച്ചു എന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്, രണ്ടാമത് പഠനം ആരംഭിക്കുകയും ചെയ്തു. ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. ആ ഒരു അഭിമാനത്തോടു കൂടെയാണ് എൻ്റെ ഉസ്താദിൻ്റെ പരിപാടി, അവിടുത്തെ ശിഷ്യരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു വളരെ വിസ്മയകരമായ, കാരണം ഖുർആൻ ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണമാവുക, അതും സുദീർഘമായ സമയമെടുത്തുകൊണ്ട് വിശദമായ പഠനം നടത്തുക, ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ്, ഈ ഒരു ഖുർആൻ പഠന സംസ്കാരം, ഈ ഒരു വേദി നിലനിർത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ്റെ വിസ്മയങ്ങളുടെ വ്യത്യസ്ത ആംഗിളുകൾ ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഖുർആൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ ഒരു ഇജാസ് എന്ന് പറയുന്നത് അതിൻ്റെ സാഹിത്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഖുർആൻ്റെ സാഹിത്യം എങ്ങനെയാണ്, ഈ സാഹിത്യം കൊണ്ട് ഖുർആൻ വ്യതിരക്തമാകുന്നത് എന്നത് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റഷീദ് ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് ആ വിഷയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, അറബികൾ അന്നത്തെ വലിയ സാഹിത്യകാരന്മാരായ ആളുകൾ, അവർ ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ട് അത്ഭുത പരതന്ത്രരായി പോയി. അവർ അതിൻ്റെ വശീകരണ ശക്തിയിൽ വീണുപോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വലീദ് ബിൻ മുഗീറ എന്ന ഖുറൈശി പ്രമുഖനായിരുന്ന, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായിരുന്ന അയാൾ ഒരിക്കൽ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അതിൻ്റെ ആകർഷണത്തിൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം അത് വിസ്മയത്തോടുകൂടെ കേട്ടു നിന്നു. ഇദ്ദേഹം ഖുർആനിൽ ആകർഷണനായിട്ടുണ്ട് എന്ന കാര്യം അബൂജഹൽ അറിഞ്ഞു. കാരണം അദ്ദേഹം പൗരപ്രമുഖനായതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങാനും കളം വിട്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഒഴുക്കായിരിക്കുമെന്ന് മനസ്സിലായി. അദ്ദേഹം വളരെയധികം സൗഹൃദത്തോടുകൂടെ വലീദ് ബിൻ മുഗീറയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പണം ഒക്കെ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ചോദിച്ചു, അതെന്തിനാണ് എനിക്ക് നിങ്ങൾ പണം സംഘടിപ്പിക്കുന്നത്? അല്ല, നീ മുഹമ്മദിൻ്റെ കൂടെ അവരുടെ ഖിറാഅത്ത്, ഖുർആൻ പാരായണം കേട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ നീ അവിടേക്ക് പോകുമോ എന്ന ഭയത്താൽ ഞങ്ങൾ നിനക്ക് വേണ്ടി കുറച്ച് പണം സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പരിഹാസത്തോടു കൂടെ പറഞ്ഞു, ഞാനല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പണം സമാഹരിക്കുകയോ? അപ്പോ അവൻ പറഞ്ഞു, അല്ല, നിന്നെ ഞങ്ങളിവിടെ നേതാവാക്കിക്കോളാം, നീ അവൻ്റെ കൂടെ പോകരുത്. അപ്പോൾ അദ്ദേഹം, ഞാനല്ലേ ഓൾറെഡി ഇവിടുത്തെ നേതാവ്, നിങ്ങൾ എന്നെ നേതാവാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇവിടുത്തെ നേതാവാണ്. അപ്പോൾ ഇവനിത് പിടുത്തം വിടുന്നു എന്ന് കണ്ടപ്പോൾ, അല്ല വലീദ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്.
അവർ നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കൽ പോയിട്ടുണ്ട് എന്നും അവന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് എന്നും അറിഞ്ഞാൽ അവർക്ക് ചാഞ്ചാട്ടം വരും. അതുകൊണ്ട് നിങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണം, എന്നാൽ അത് നമുക്ക് പബ്ലിക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് പറയുക? വല്ലാഹി ഇന്ന അലൈഹി ലഹലാവ ഇന്ന ലഹു ലഹലാവ, അതിന് എന്തൊരു മാധുര്യമാണ്. വ ഇന്ന അലൈഹി ലത്വലാവ, അതിന് എന്തൊരു സുഭഗതയാണ്, ശാലീനതയാണ്, സൗന്ദര്യമാണ്. വ ഇന്ന അലാഹു ലമുസ്മിർ, അതിൻ്റെ മുകൾ ഭാഗം ഫലങ്ങൾ നിറഞ്ഞു തുടുത്തിരിക്കുന്നു. വ ഇന്ന അസ്ഫലഹു മുഖ്ദിഖ്, അതിൻ്റെ താഴ്ഭാഗം ഫലഭൂഷ്ടമായി നനഞ്ഞു കുതിർന്നിരിക്കുന്നു. വ ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി, എന്നും അത് ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും, അതിനെ അതിജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വ ഇന്നഹു ലയഹ്തിമു മാ തഹ്തഹു, അത് അതിൻ്റെ താഴെയുള്ളതിനെ മുഴുവനും ചവിട്ടി പതിക്കുക തന്നെ ചെയ്യും. അപ്പോ ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇത് ഇവർ മാത്രമല്ല, ഇദ്ദേഹം മാത്രമല്ല, അവർ തന്നെയും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം കേൾക്കാൻ വേണ്ടി, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി പാത്തും പതുങ്ങിയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും രാത്രികളിൽ പമ്മി വരാറുണ്ടായിരുന്നു. അവരിങ്ങനെ നേരം പരപരാ വെളുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ഓരോ കുറ്റിക്കാട്ടിൽ നിന്നും ഓരോരുത്തരും, നീ എവിടേക്ക് വന്നതായിരുന്നു? ഞാനിങ്ങനെ എവിടേക്ക് വന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ എല്ലാവരും വന്നിട്ടുള്ളത് ഈ ഖുർആൻ, ഇനി നാളെ മുതൽ നമ്മൾ വരരുത് എന്ന് അവർ ശപഥം ചെയ്തുകൊണ്ടാണ് അവർ പോകാറുള്ളത്. ഇത്ര ഒരു വശീകരണ ശക്തി വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അവർക്ക് അവരുടെ സാക്ഷ്യമാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രപരമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ സാഹിത്യത്തെ വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സാഹിത്യം അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ ദൗഖ് എന്ന് പറയുന്ന, ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. സാഹിത്യത്തിന്റെ ടേസ്റ്റ് അറിയുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും അറബി ആകുമ്പോൾ അറബി ഭാഷ അറിയണം, അതിൻ്റെ സൗന്ദര്യങ്ങൾ അറിയണം, അതിൻ്റെ വാചക ഘടനകളെ കുറിച്ച് അറിയണം. ഇന്നലെ റഷീദ് ഉസ്താദ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം എന്ന് പറയുന്നതും അല്ലാഹു മുസ്തഹ്സിഉം ബിഹിം എന്ന് പറയുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതറിയണമെങ്കിൽ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കി നമ്മൾ അത്ഭുത പരതന്ത്രരായി മാറണമെങ്കിൽ അതിൻ്റെ ഭാഷയുടെ അലകും പിടിയും അറിയുന്നതോടൊപ്പം ഇത് ആസ്വദിക്കാനുള്ള ടേസ്റ്റും കൂടി വേണം. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ഇജാസുകൾ, ശാസ്ത്രീയമായ ഇജാസുകൾ വിശദീകരിക്കുന്നുണ്ട്, ചരിത്രപരമായ ഇജാസുകൾ വിശദീകരിക്കുന്നുണ്ട്, ഘടനാപരമായ ഇജാസുകൾ വിശദീകരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ തശ്രീഇയായ ഇജാസുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ആസ്പെക്റ്റുകൾ ഖുർആന്റെ ഇജാസിലുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രയാസകരമായത്, അതായത് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയാസകരം, കാരണം അത് മനസ്സിലാക്കേണ്ടതല്ല. പഞ്ചസാരയുടെ മധുരം ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല, അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. എങ്കിലും ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ സെലക്റ്റീവായ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഖുർആന്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഡിക്ഷൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ കവിതയൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ദ സെലക്ഷൻ ഓഫ് വേർഡ്, എന്തുകൊണ്ട് കവി ഈ പദം ഇവിടെ പ്രയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പദം, ആ പദത്തിനേക്കാൾ കറക്റ്റായ മറ്റൊരു പദം നമുക്ക് അവിടെ പറയാൻ പറ്റുകയില്ല. അത്രയും ഫിറ്റാണ് അത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ പല സന്ദർഭങ്ങളും നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ സമഞ്ജസമായ ഒരു സമ്മേളനമാണ് ഖുർആൻ. ഒരു ഉദാഹരണം പറയാം. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, വിശുദ്ധ ഖുർആൻ പറയാം. മാ ജഅലല്ലാഹു, അല്ലാഹു തആല വെച്ചിട്ടില്ല, ലിറജുലിൻ, ഒരു പുരുഷനും വെച്ചിട്ടില്ല, മിൻ ഖൽബൈനി, 2 ഹൃദയങ്ങൾ, ഫീ ജൗഫിഹി, അവന്റെ ഉള്ളിൽ. ഒരു പുരുഷനും 2 ഹൃദയം ഖുർആൻ 2 ഹൃദയം അല്ലാഹു തആല അവന്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. ഇത് കേട്ടുകൊണ്ട് ഒരിക്കൽ ഒരു ഇസ്ലാം വിമർശകൻ ചോദിച്ചു അത്രേ, ഖുർആൻ വലിയ സാഹിത്യ ഗ്രന്ഥാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് നോക്കൂ നിങ്ങൾ, മനുഷ്യർക്കാർക്കും 2 ഹൃദയമല്ലല്ലോ,
അപ്പോ ഖുർആനിൽ അഹദിൻ ഒരാൾക്കും വെച്ചിട്ടില്ല എന്ന് പറയാതെ ലി റജുലിൻ എന്ന് പറഞ്ഞത് അത് അബദ്ധമല്ലേ? കാരണം റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമല്ലേ പെടുള്ളൂ. അഹദ് എന്ന് പറഞ്ഞാൽ പുരുഷനും പെടും സ്ത്രീയും പെടും. അപ്പൊ ആണിനും പെണ്ണിനും രണ്ട് ഹൃദയമല്ലല്ലോ, ഒറ്റ ഹൃദയമല്ലേ ഉള്ളൂ. അപ്പോ അഹദ് എന്ന പദം ഉപയോഗിച്ചാൽ രണ്ടും പെടും, അർത്ഥം വിശാലമാകും. എന്നാൽ റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമേ പെടുകയുള്ളൂ. അപ്പോൾ അത് പ്രയോഗിക്കാതെ റജുലിൻ എന്ന് പ്രയോഗിച്ചത് അബദ്ധമല്ലേ എന്ന് ചോദിച്ചു അത്രേ. അപ്പോ അതിന് മറുപടി പറഞ്ഞ മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ശരി, മറിച്ചിൽ റജുലിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? കാരണം സ്ത്രീക്ക് അവളുടെ ഉള്ളിൽ രണ്ട് ഹൃദയമുള്ള സന്ദർഭം ഉണ്ടാകുമല്ലോ. ഒരു പുരുഷനും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം. കാരണം സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഫീ ജൗഫിഹി എന്നാ പറഞ്ഞത്, അവളുടെ ഉള്ളിൽ രണ്ട് ഹൃദയം നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലി അഹദിൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അബദ്ധം പറ്റുമായിരുന്നു. അതില്ല, ലി റജുലിൻ എന്ന് പറഞ്ഞു. അവിടെ മാത്രമല്ല, മാ ജഅലല്ലാഹു ലി റജുലിൻ എന്നാ പറഞ്ഞത്. അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല, അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, ചില ആളുകൾ ചില പത്രത്തിലൊക്കെ വാർത്ത, ഇയാളുടെ പിന്നെ രണ്ട് ശരീരമുള്ള പുരുഷൻ, രണ്ട് ഹൃദയമുള്ള പുരുഷൻ എന്ന പത്രക്കട്ടിങ്ങൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. അതെന്ത് രണ്ട് ഹൃദയം? അത് ഒന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ത്വബഈയായ പ്രകൃതിപരമായ നേച്ചുറലായ ഹൃദയവും മറ്റൊന്ന് ഘടിപ്പിച്ച ഹൃദയമാണ്. ഒന്ന് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, എങ്കിൽ പോലും രണ്ട് ഹൃദയമില്ലേ? അത് മാ ജഅലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തആല ഓൾറെഡി ഫിറ്റ് ചെയ്തതല്ല, മറിച്ച് ഇവന്റെ വകയായിട്ട് ഇസ്തിനായിയായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രണ്ട് ഹൃദയം ഉണ്ടാകൂല എന്നല്ല പറഞ്ഞത്, മറിച്ച് മാ ജഅലല്ലാഹു, അവിടെ ജഅല എന്ന പദം അവിടെ എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവന്നത് കൊണ്ട് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായി. ഇനിയുണ്ട്. കാരണം ചില ആളുകളൊക്കെ രണ്ട് ഹൃദയത്തോടു കൂടി ജനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ രണ്ട് ഹൃദയത്തോടു കൂടി ജനിക്കുന്ന കുട്ടികൾ അതിൽ പെടും. അപ്പൊ ദക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെടും. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി ലി റജുലിൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ രണ്ട് ഹൃദയത്തോടു കൂടെയുള്ള ഒരു പുരുഷന് ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എത്ര കറക്റ്റായിട്ടാണ് ഓരോ 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 പദങ്ങളും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇതിൻ്റെ വിശാലതയിലേക്ക് പോകുമ്പോൾ നമുക്ക് സമയം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട പുഴക്കാട്ടിൽ ഉസ്താദ് സംസാരിക്കാനുണ്ട്. എൻ്റെ ഇതൊരു കാര്യമാണ്, ഒരു സെലക്ഷൻ ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റിച്ച്നെസ് ഓഫ് ദ മീനിങ് എന്നാണ്. ഒറ്റ പദം പറയുന്നു, അതിൻ്റെ മായനകൾ ഒരുപാട് വിശാലമാണ്. എത്ര പറഞ്ഞാലും അതിൻ്റെ അർത്ഥം തീരുകയില്ല എന്നതാണ്. ഉസ്താദിൻ്റെ അറിയാം, ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇഖ്റ ബിസ്മിക്ക് ഒരു വിശദീകരണം എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാമ ഷഹറാവിയുടെ ഒരു കിതാബ് കൈ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്നര ആലോചന പുറത്താണ്. പക്ഷെ അതിങ്ങനെ എഴുതി വന്നപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥമാകാൻ സാധ്യതയുള്ള ഒരു ലോകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അർത്ഥങ്ങൾ തീരുന്നില്ല എന്നതാണ്. 10,000-കണക്കിന് അർത്ഥം ഒരു 5 ആയത്തിന് മാത്രം സാധ്യമാകുന്ന രൂപത്തിലുള്ള ഘടനയാണ് ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഖുർആന്റെ തഖ്ദീം തഅഖീറുകൾ എന്ന് പറഞ്ഞാൽ ഒരു പദം പറയുന്നതിൻ്റെ ശേഷം മറ്റൊരു കാര്യം. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ ഒരു സ്വഭാവം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ, സമഇനെയും ബസറിനെയും കുറിച്ച് ഖുർആൻ പറയുന്ന സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ. അവിടെ സമഇനെ ആദ്യം പറയുന്നു, പിന്നെ ബസറിനെ പറയുന്നു. അങ്ങനെയാണ് പൊതുവായ ഒരു ഖുർആനിക ശൈലി. അതിൽ വ്യത്യാസമായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ പണ്ടെന്ന് പറയും. എന്തുകൊണ്ട് സമഅ എന്ന് ആദ്യം പറയുന്നു, പിന്നെ എന്തുകൊണ്ട് ബസർ എന്ന് പറയുന്നു? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മനുഷ്യ ശരീരത്തിൽ സമഉം ബസറും നമ്മൾ നോക്കുമ്പോൾ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഏതാണ്? അവൻ്റെ സമആകുന്നു എന്ന. കാരണം എന്താ? ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ സമയ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മൾ പറയുന്ന പാട്ടുകളും നമ്മൾ പറയുന്ന ദിക്റുകളും നമ്മുടെ ദുആകളും ഖുർആൻ പാരായണമൊക്കെ ഗർഭസ്ഥ ശിശു കേൾക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ജനിച്ച ആ സമയത്ത് തന്നെ അവൻ്റെ കണ്ണുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നില്ല. അത് നമുക്ക് ഒരു കുട്ടി ജനിച്ച ഉടനെ അവൻ്റെ അടുക്കൽ വെച്ച് ഒച്ചയിട്ടാൽ അവനെന്ത് ചെയ്യും? അവൻ നെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
നേരെ മറിച്ച് അവൻ്റെ കണ്ണിൻ്റെ അടുക്കലേക്ക് ഒരു നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയാൽ ഒരു പക്ഷേ അവൻ കണ്ണീമ വെട്ടാൻ എണ്ണമെന്നില്ല. കാരണം എന്താ, കണ്ണ് പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ചെവി പ്രവർത്തിച്ച് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ജംആക്കി പറയുന്നതിന് അതിന് പ്രാധാന്യം. ചിലയിടത്തൊക്കെ അബ്സാർ എന്നാണ് പറഞ്ഞത്. ബസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അബ്സാർ എന്ന് ബഹുവചനമാക്കിയിട്ടാണ് കൂടുതൽ പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ഈ സമഇനെ ഏകവചനവും മറ്റേതിനെ ബഹുവചനമാക്കി പറഞ്ഞു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ സൗജ്, മർഅത്ത്, സ്വാഹിബത്ത്, ഇങ്ങനെ വ്യത്യസ്തമായ പദങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ത്രീ, ഭാര്യ എന്ന അർത്ഥത്തിൽ. പക്ഷേ ചിലയിടത്ത് സൗജ് എന്നാണ് പറഞ്ഞത്, ചിലയിടത്ത് മർഅത്ത് എന്നാണ് പറഞ്ഞത്, ചിലയിടത്ത് സ്വാഹിബത്ത് എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെയും പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചാൽ ധാരാളം വിഷയങ്ങളിലേക്ക് അത് പോകും. ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ അർത്ഥതലങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അത് വല്ലാത്തൊരു ലോകമായി നമ്മുടെ മുമ്പിൽ വിരിഞ്ഞു വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ യഥാർത്ഥത പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.